ചിത്രദുർഗയാണ് കേട്ടോ. നമ്മള് പോണത് മൈസൂർ ദസറാണ്. ഏകദേശം 10 രൂപയിലുണ്ട്. ഇപ്പൊ പോണില്ല, നമ്മള് ഫുഡ് കഴിക്കാൻ. ഇന്നലത്തെ ഹോട്ടലാണ്. മുപ്പത് ഹോട്ടല് മറ്റൊരു അപ്പുറത്താന്ന് പറഞ്ഞു. ഹൈവേ സൈഡിലുണ്ടായിരുന്നു. അവിടെ പോയത്. ഇവിടെ ആവണുള്ളൂ. ഇവിടെ 11-11:30 ആവും പറഞ്ഞു തുറക്കാൻ. നിങ്ങളെപ്പോഴാ അവിടെ ഉണ്ടായില്ല? ഇപ്പൊ രാവിലെ അവിടെ അല്ലേ? കട കിട്ടി. അവിടുന്ന് കുറച്ച് മൂപ്പരെ ബാക്കിയുള്ള കട ഉണ്ട്. ഇന്നലെ മൂപ്പര് രാവിലെ ഇവിടെ തുറക്കും പറഞ്ഞു. ഇവിടെ കുറെ ആൾക്കാര് സെറ്റ് കേട്ടോ. എത്തുള്ള കൈക്കെത്തുള്ള രാവിലെ കാരണം അന്തരന്മാർ അപ്പുറത്ത് ഇപ്പുറത്ത് കട ഇറങ്ങിയാണ്ട് രാവിലെ അത് വൈകുന്നേരം അത് ചാനൽ ചെറുതൊന്നേ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. കണ്ണിന് കുളിർമേക്കും നമ്മളെ പൊറാട്ട. നാട്ടിൽ നിന്ന് പോന്നിട്ട് പിന്നെ കണ്ടിട്ടുള്ളതാണ്. എല്ലാരും നോക്കുന്നു ഈ വച്ചായോ. ഈ കാണുന്ന മുട്ടക്കറി കിട്ടും. നമ്മളത്തെ കറി കിട്ടൂല, ഉള്ളിക്കറി കിട്ടൂല. മുട്ടക്കറിപ്പ് പൊറാട്ട സെറ്റ് മുട്ടക്കറി പൊറാട്ട. ചായക്കട കേട്ടോ. ചായക്കടന്ന് ചായയും കുടിച്ചിങ്ങനെ ഇറങ്ങി. ആ റോഡ് നമ്മള് ടൗണാണ്. ടൗണിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് റൈറ്റ് തിരിഞ്ഞാൽ അവിടെ ചായക്കട. നമ്മളെ റൂം കാണുന്നത് കുറച്ച് ഔഡിയാണ് കേട്ടോ. നമ്മള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ ഇറങ്ങുന്നത് മൈസൂർ. അതാട്ടോ നമ്മളെ റൂമ്. നമ്മൾ അവിടുന്നാണ് വന്നത്. അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ മേൽപ്പാലം കഴിഞ്ഞ് ഇതിൽ കൂടെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് കൂടെ ഊട്ടനടിച്ച് വന്നാല് നേരെ റൂം. ശ്രീവാരി കംഫോർട്ട് ലോഡ്സ്. വർഷത്തോളം തന്നെ റൂം കിട്ടിയത്. അത് ആക്കായിട്ട് വേണ്ടത് ഉണങ്ങിയ കാട്ട. പറങ്ങാൻ നിൽക്കട്ടോ. പറങ്ങണേന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയിൻ ലൂബ് അടിച്ചിട്ട് കുറേ ആയി. ലൂബ് ചെയ്തോണ്ട് വണ്ടി ലൂബ് ഇങ്ങനെ ഏകദേശം 500 കിലോമീറ്ററിൽ നമ്മളിങ്ങനെ ലൂബ് അടിക്കണം എന്നാണ്. നിങ്ങള് മാറൂഫ് മറ്റേ ഇതിന് പിടിച്ച മാതിരി അത് അവിടെ പിടിച്ചത് കേട്ടാ. ചെയിൻ ലൂബ് അടിച്ചോണ്ട് കുട്ടപ്പനൊക്കെ വെച്ചിന് വണ്ടി. നമ്മൾ നേരെ മൈസൂർ ദസറ ലക്ഷ്യമാക്കി പോവാണ്. അത്യാവശ്യം ഓടാൻ കേട്ടോ നമുക്ക്. അപ്പൊ നമ്മള് 9999 കിലോമീറ്റർ ഓടി ഈ ഒരു ലഡാക്ക് എക്സ്പ്രസ് ആണ് കേട്ടോ. 10,000 മറിയാൻ പോവാണ്. അത് നമ്മുടെ കിലോമീറ്റർ മാറി നമുക്ക് മൈസൂർക്ക് ജസ്റ്റ് 50 കിലോമീറ്റർ ഗായ്സ്. ഞങ്ങള് നാഗമംഗലം സ്ഥലത്ത് എത്തിയോ. വണ്ടി പോകുമ്പോ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്കുമ്പോ ടയർ തുള്ളി കാറ്റില്ല. എവിടെയോ പഞ്ചർ കയറിയാണ്. ക്ലച്ച് അതേമാതിരി ചെറിയൊരു പ്രശ്നമുണ്ട്. ക്ലച്ച് കിട്ടണില്ല. 10,000 കിലോമീറ്റർ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് കവർ ചെയ്തിട്ടോ. ഞാൻ ഏകദേശം ഒരു 80 കിലോമീറ്ററിന് ഷോർട്ടേ ഉള്ളൂ. അപ്പോൾ നാഗാലാൻഡിൽ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി സൈഡാക്കിയതാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേന് ദസറ കാണാൻ കൂടുന്നു വിചാരിക്കണം. ഇന്നും നമുക്ക് ഡ്രോൺ ഷോ ഉണ്ട്. 7-ാം തീയതി ഡ്രോൺ ഷോ ഉണ്ട്. ഡ്രോൺ ഷോ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. പാളി കൈസ് പാളി. ഞങ്ങൾ എഗ് റൈസും ഫ്രൈഡ് റൈസും പറയുന്നത്. ഹോട്ടലിൽ പുറത്ത് നല്ല രസമുണ്ട്. സൈഡ് കണ്ണങ്ങൾ ഇവിടെ നടക്കുന്ന പരിപാടി ഇതൊക്കെയാണ്. ഇപ്പോഴേക്കുള്ള ഫുഡാണിത്. ഞങ്ങൾ പാളി ആരും ഈ റൂട്ടിന് വരികയാണെങ്കിൽ ഇവിടെ കയറിലിട്ടാ പുറത്തുനിന്ന് ബോർഡ് കാണിച്ചു തരാം. പറഞ്ഞു വരുന്ന ഇതാണ് കട. MRP ആണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കട. കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഉള്ളിൽ കയറിയാലും പക്ഷേ ഈ സെറ്റപ്പ് ഒന്നും അല്ല. വേറെ കളികളാണ് അവിടെ. ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റാത്തൊരു ഹോട്ടല്. അതിൻ്റെ ഇടയിൽ വേറെ പണിതാ പഞ്ചർ ദസറ മൈസൂർ മിക്കവാറും എത്തിയത് 8 മണിക്കേറ്റ ഡ്രോൺ ഷോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇങ്ങനൊരു കട കിട്ടണം. കാറ്റെങ്കിലും അടിക്കണം. നോക്കാം. ഇവിടെ വരെ എത്തില്ലേ. ഇങ്ങെത്തും. കാറ്റടിപ്പമ്പും തപ്പിതാ പോവാട്ടോ. ആരും വജ്ജില്ല. അവിടെ കുറച്ച് കാറിന്റെ വർക്ക്ഷോപ്പാണ്. പറഞ്ഞ് പമ്പ് കിട്ടിയാണ് ഇവിടെ അല്ലോ. ഇത് ശരിക്കും ഒരു യൂസ്ഡ് വണ്ടിന്റെയും ഈ ട്രാക്ടറിന്റെ ഒക്കെ ഒരു ഷോപ്പാണ്. നമ്മളെ ഹോട്ടൽ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇനി ഒരു 1/2 കിലോമീറ്റർ മുന്നിൽ പോയാലേ അടുത്ത ഭാഗത്ത് ഉണ്ടെന്നാ പറഞ്ഞത്.
തോളോ എന്തോ തോളിൻ്റെ അടുത്തല്ലേ ആ തോളിന് തോന്നുന്നുണ്ട് അതൊന്നും പോയേക്കാം. അവിടെ എവിടെയോ ആണ്ടോ പഞ്ചറ് കട കിട്ടാറിന് പൈസ പോയിക്കണേ. ഞാനിങ്ങനെ വല്ല നടന്നങ്ങ പോയേക്കട്ടെ. ലിഫ്റ്റ് വെച്ചിട്ട് ആരും ലിഫ്റ്റ് തരുമില്ല, അത് വേറെ രസം. കിട്ടി ലാസ്റ്റ് ടൈം ഇത് കിട്ടി ഒരു ലിഫ്റ്റ് കിട്ടി ആദ്യത്തെ. ഞാനിങ്ങനെ ഇതിപ്പോ കയറി പോയിക്കൊണ്ടിരിക്കാം. പൈസ മുമ്പ് പോയിക്കണേ. വെൽക്കം ടു നാഗമംഗല ലാൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ ടെമ്പിൾ. ഞാൻ വണ്ടി പോകുന്നതാ. താങ്ക് യു ബ്രോ, താങ്ക് യു. വലിയ കാട്ടോ ഇതിന് കണ്ടോ. അതിക്കൂടെ അങ്ങനെ വേറെ ഷൂ പറഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പൊ കാറ്റടിച്ച് നോക്കി നോക്കാം. ചെക്ക് ചെയ്യുന്നുണ്ട് അതന്നെ അല്ലേ. നല്ല പോകലുണ്ട് കൂടെ. ട്രാക്ടറൊക്കെ കൊടുക്കുന്നുണ്ട് വെറുതെ ഫ്രീ ആയിട്ട്. ഈ ജാതി മറ്റേ മലമ്മക്കൂടി കാട്ടിക്കൂടി പോയിട്ട് ഒറ്റ പഞ്ചറിട്ടില്ല. ഹൈവേ കൂടെ വന്നപ്പോഴത് പഞ്ചറായത്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ പഞ്ചറാട്ട കിട്ടിയത്. ഒന്നും നാളെ നമ്മള് എവിടെ നിറച്ചേ ലഡാക്കിന്ന്. പക്ഷെ അത് ഈ ടയറല്ലേ നമ്മൾ ഡൽഹിയിൽ നിന്ന് മാറ്റിട്ട ടയറുമ്പിലുണ്ട്. ഈ ടയറുമ്പിൽ ഒരു പഞ്ചറായപ്പോ മാറ്റി 2 ടയറുമ്പിലും പഞ്ചറായി. ഇത് നാളെ എങ്ങനെ കിട്ടിയതോ ഹൈവേ കൂടെ വന്നപ്പോൾ കിട്ടിയത്. ആ ലഡാക്ക് ടയറിന് കൂടെ എത്ര കല്ലും മുള്ളും കയറി ഇറങ്ങിക്കണോ. ഓരോരോ കിട്ടല്. ഇന്നിപ്പോ ദസറ മിസ്സാനുള്ള പരിപാടി അല്ല, അതല്ല അതപ്പോ ഉണ്ടാക്കുക. മൈസൂർ എത്തിട്ടോ. മൈസൂര് റൂം ഇതാ അവിടെ സെറ്റാണ്. റൂമിൽ കാണിച്ചു തരാം. വണ്ടി ഞങ്ങളിപ്പോൾ സൈഡാക്കി ലഗേജ് കൊണ്ടുവരാണ്ട്. വണ്ടി ഇതാ അവിടെ സൈഡാക്കി 3 നേരം കയറ്റി കൊണ്ടുവരണം. ലിഫ്റ്റൊക്കെ ഉണ്ട്. വണ്ടിൻ്റെ അടുത്ത് പോയേക്കാം. റൂം വിളിച്ചാൽ എന്തോ ഇതിന് കിട്ടിയാണല്ലേ. ആകെ 3 കിലോമീറ്റർ ചുറ്റളെല്ലാം കിട്ടിയ ടൗണിൽ തന്നെ. അവിടെ കിട്ടൂല എന്നൊക്കെ പ്രസൂണ് വിളിച്ചു നമ്മളെ. കഴിഞ്ഞ നമ്മളപ്പോൾ പ്രസൂണ് നമുക്ക് കാണാതെ വരുമോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടോ ഹോട്ടല്. നമ്മൾ വരുന്ന വൈക്ക് തന്നെയാണ്. കഴിഞ്ഞാൽ ശരിക്കും ഈ വാതുകൂടെ നടന്നു. നമ്മൾ 3 കിലോമീറ്ററൊക്കെ ആണെങ്കിൽ ഡ്രോൺ ഷോട്ടിൻ്റെ ആ ഏരിയക്ക് നടക്കാറുള്ളൂ കേട്ടോ. നടക്കാൻ നല്ല വണ്ടി എടുത്താലും എത്തൂല. കാരണം ടൗണ് ഫുള്ള് ബിസിയാണ്. ഭയങ്കര തിരക്കാണ്. നല്ല നടന്നു പോയി കാണുക ഏറ്റവും നല്ലത്. പോയൊക്കെ ഹോട്ടല് ചെക്കിങ് 24 മണിക്കൂറോട്ടെ. സാധാരണ മനസ്സിൽ കിട്ടില്ല. ഇതൊക്കെ ആ വണ്ടി കൊണ്ടുപോയി ലഗേജ് കൊണ്ടുവരാണ് വണ്ടി ഇട്ടത്. വലിയ പരിപാടി. അപ്പോൾ 1200 രൂപയിലുണ്ട് റൂമിന്. 1200 ശരിക്കും കൂടുതലാണ്. പക്ഷേ ദസറിന്റെ ടൈമിൽ മൈസൂർ റൂം ഇട്ടാൽ തന്നെ വലിയ കിട്ടലാണ്. 2500-2500 രൂപയ്ക്ക് നല്ല പ്രൈസ് നമ്മോട് പറഞ്ഞത്. അപ്പോൾ തപ്പാൻ പറഞ്ഞ അങ്ങനെ ഓൺലൈനിൽ തപ്പി കിട്ടിയതാണ് കഴിച്ചിലായത്. ലഗേജ് ഇതാ വണ്ടിമ്മ ഇറക്കി വെച്ചു. ഇനി ഇത് താങ്ങി കൊണ്ടുപോകണ്ടേ. അതുള്ളത് വണ്ടി കിട്ടിയാൽ എന്തായി. റൂം 2ാമത്തെ നിലയില്ല. എൻ്റെ ഇതെന്ന്
നിങ്ങള് അതന്നെ വലിച്ചാൻ പറ്റുമല്ലോ. വണ്ടിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ക്ലച്ചും പോകും ഒക്കെ പോകും പോയി കഴിഞ്ഞാ തൊള്ളോണ്ടി തൊള്ളുണ്ടോ പോരെങ്കിൽ വണ്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ലട്ടോ. ഒരു കാണാതെ തൊള്ളി ഞാൻ നീക്കില്ല. നമ്മളെ ഹോട്ടല് ശാസ്ത്രീയ പാരഡൈസ് നമ്മളെ ടൗണിന്റെ അടുത്ത് തന്നെയാണ്. അവിടെ ലൈറ്റിങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ദസറ ഓണായിട്ട് കുറെ കാലമായി. ഇന്ന് ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയാട്ടോ വരും അച്ഛനോടെ ഡ്രോൺ ഷോന്റെ അടുക്ക് പോയി ഓട്ടർഷോ പോയിച്ചിട്ട് ആ വീട്ടിൽ വൈത്താലും കൂടി പഠിച്ചാൽ 300 റുപ്യ 3 കിലോമീറ്ററാണ് മാപ്പിലൊക്കെ ഇട്ട് കാണുന്നത്. 4 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് 120 റുപ്യക്ക് എത്തിച്ചേരാറുണ്ട്. നടക്കണമെങ്കിൽ 3/4 മണിക്കൂറാവും. ചിലപ്പോൾ നമുക്ക് ലേറ്റ് ആവും. വണ്ടിക്കാവുമ്പോ 10-15 മിനിറ്റ് എത്തും. അപ്പൊ അത് വണ്ടി കയറി വെക്കാം. എന്നാലും നല്ല തിരക്കാണ്. ടൗണ് നമുക്ക് കാണാനൊന്നും കൂടൂല. അങ്ങനെ വണ്ടി ഞങ്ങൾ സൈഡാക്കിയാണ്ട് ലാസ്റ്റ് മൈസൂർ ചുറ്റിക്കാണാൻ ഓട്ടോറിക്ഷയിൽ ഗായ്സ്. ഇതൊക്കെ യന്ത്രൂഞ്ഞാലൊക്കെ ഇവിടെ കഴിഞ്ഞ ഇതൊന്നും ഓടില്ലല്ലോ അല്ലേ? സ്റ്റോപ്പ് നമ്മള് ലാസ്റ്റ് കയറി കഴിഞ്ഞൂരിക്കാർ വന്ന് ഫസ്റ്റ് എത്തി. ജംബോ സർക്കസ് ഉണ്ട് ഇവിടെ. ജംബോ സർക്കസിന്റെ ടൈമാണ് ഞങ്ങള് 1 മണി 4 മണി 7 മണി. ഇപ്പൊ സമയം 7 മണിയാ. അതുകൊണ്ട് പിന്നെ ഇനി അത് നടക്കില്ല. നമുക്ക് ഡ്രോൺ ഷോ കാണണം. എന്തായാലും നിർബന്ധം. 8-8:15 സമയം പറഞ്ഞു. ടോർച്ച് ടവർ ബിൽഡിംഗ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇതെല്ലാം ബ്ലോക്കാട്ടോ ഇവിടെയൊക്കെ. ഓട്ടോറിക്ഷ ഇറങ്ങിയാണ്ട് നമ്മള് ടോർച്ച് ലൈറ്റ് പരേഡ് ഗ്രൗണ്ടിന്റെ അവിടെ എത്തിട്ടോ. ഇന്നും ഇന്നലെയും ടിക്കറ്റ് ഇല്ലാന്നാ പറഞ്ഞത്. അത് പോയേക്കാം. ഓട്ടോറിക്ഷക്കാരോട് പോലെ ടിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മുമ്പ് തന്നെ താജ്മഹൽ അവിടെ കിടക്കണേ. ജനസാഗരമുള്ളത് പെരുന്തർക്ക് ഇന്ന് പൊളിക്കും മിക്കവാറും ഇവിടെ. പോലീസുകാരെ പല്ലിട്ടിലേക്ക് കാണപ്പോ വല്ലരാട്ടി പായിപ്പിച്ചിന് പോലീസുകാര്. നല്ല തിരക്കാണ്. ഞാൻ പോരെ ഇത് ടിക്കറ്റില്ലടാ. ഇന്ന് നാളെ ടിക്കറ്റില്ല. ഇന്ന് പാഞ്ഞോ ഈസിലെത്തില്ലല്ലോ. വേറെ പോണില്ല സാധനങ്ങളൊക്കെ. ആൾക്കാരൊക്കെ ജനസാഗര പോണി വല്ല പോണോ. ഹലോ ಟಾರ್ಚ್ ಲೈಟ್ ಆನ್ ಇರುತ್ತೆ ಮೈಸೂರು. ಆಹಾ ಇಲ್ಲಿ ಹಿಂದ್ಗಡೆ ಯಾಕೆ ಏನು ಖರ್ಚಾಗಲ್ಲ, ಇದೆಲ್ಲ ಫ್ರೀ. ಆನ್ ಮಾಡಿ ದಯವಿಟ್ಟು. ಲೈಟ್ಸ್ ಎಲ್ಲ ಆಫ್ ಮಾಡಿ. ಅಯ್ಯೋ ಓಕೆ ಮ್ಯೂಸಿಕ್ ಮ್ಯೂಸಿಕ್. ಎಲ್ರು ಹೊಸ ಬೆಳಕೊಂದು ಹಸಿರಿಗೆ ಬಂದು എന്തൊക്കെ പറയണോ ഒന്നും മനസ്സിലാവില്ല. സമ്മാനം ഭയങ്കര മൈക്ക് സൗണ്ട് അതിനിടയിൽ കേൾക്കണില്ല. Everyone towards my left. ನನ್ನ ಲೆಫ್ಟ್ ಅಂದ್ರೆ ನಿಮ್ಮ ಲೆಫ್ಟ್ ಅಲ್ಲ ನೋಡಿ. ಲೆಫ್ಟ್ ಕಡೆ ನೋಡ್ತಾ ಇರಿ. 1500 ഡ്രോൺ ആട്ടോ ഇവിടെ പൊന്ത പോണത്. അതും 400 അടി ഹൈറ്റില് പൊന്തിട്ട് എന്തൊക്കെയോ വിസ്മയം. പണ്ട് നമ്മളെ ഭയങ്കര കാണിട്ട് നിങ്ങൾ കാണി ಮೈಸೂರು ದಸರಾ ಮಹೋತ್ಸವದ 1500 ಡ್ರೋನ್ಸ್
Mysuru first Chitra solar system. World map of India. Mysuru Chandrayaan-3. Wow. Bolo Bharat Mata Ki! This is Chinama Manishi singing for this. Match the animal. The biggest blue. What a beautiful Garuda Nodi. It's actually flying. A drone move. Maragalna ulisi gidagalna nedi. Gandhada guru chandada nammalaru karnataka. ಇದು ಏನ್ ಕಾಣಿಸೋದು ಅಂತ ಜೋರಾಗಿ ಹೇಳಿ. ಮೊಟ್ಟ ಮೊದಲ ಬಾರಿಗೆ ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಮ್ಮ ಮೈಸೂರು ದಸರಾ ಮಹೋತ್ಸವದಲ್ಲಿ ദസറ ഡ്രോൺ ഷോ കഴിഞ്ഞിട്ടോ പോയപ്പോ വിറ്റുണ്ട് സംഭവം. ടിക്കറ്റ് ഉള്ളവരെ കയറ്റുള്ളൂ, ടിക്കറ്റ് ഇല്ലാത്തവർക്ക് വേറെ വെച്ചാണ്. അതിൽ റിട്ടേൺ പോരുമ്പോഴാണ് ചങ്ങ എന്താണ്ട് ഇന്നൊരു ടിക്കറ്റ് പറഞ്ഞു. ഒരു ടിക്കറ്റുമേ രണ്ടാൾ വലിഞ്ഞ് കയറി പോയി. അങ്ങനെയാണ് പരിപാടി കണ്ടത്. കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റേജിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. സംഭവം നൈസായി, അടിപൊളി പരിപാടി കേട്ടോ. ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് പരിപാടി ഉണ്ടായിട്ടുള്ളൂ. സംഭവം നല്ല രസം. 1500 ഡ്രോണ് എല്ലാതെയും അതി റോഡില് ലൈറ്റ് കത്തുന്നില്ല ചെറുതൊക്കെ. അത് കണ്ടത്തില്ലേ? നമുക്ക് പോവാം, ഇങ്ങനത്തെ പരിപാടി നോക്കാം. താജ്മഹൽ ഇതൊക്കെ ഓരോരോ ടീം വെക്കണുണ്ടോ? സൺപ്യൂർ ആണ് ടീമിന്റെ ആവുന്നത്. അങ്ങനെ ഓരോരോ അവിടെയും കാണുന്നു. ഓരോരോ സംഭവങ്ങൾ ഓരോ പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് നമ്മള് അജിനെന്ന മാതിരിയാണ്. തിരക്കപ്പെട്ട ആള് പോയാൽ പിന്നെ കിട്ടൂല. ഫോണ് റേഞ്ച് ഉണ്ട്, പക്ഷെ ഫോണ് പോകില്ല, നെറ്റ് കിട്ടൂല, ഒന്നും കിട്ടൂല. അതാണ് ദസറിന്റെ പരിപാടി. അത് നടക്കുള്ളൂ. കഴിഞ്ഞൊരു ജോറ് നല്ലൊരു മിസ്സായത് വീഡിയോ ഞാൻ അവിടെ പിന്നെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുവെക്കുന്നത് ഫുൾ വച്ചിങ്ങുണ്ട് പോലീസുകാര്. कितना 40 ഒന്നും രണ്ടറിയാം. एक दे दो. ശരിക്കും കോഴിക്കട്ടങ്ങാടിക്കൂടെ പോകണമായിരുന്നു. 2 കമ്പങ്ങാട്ടം വാങ്ങിയാണ്. അത് നീ ഇവിടെ നടക്കാം. ഇനി എടുക്കാൻ പോകേണ്ടതിനുള്ള കറക്റ്റ് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പൊ ഇതില് ഡ്രോൺ ഷോ കഴിഞ്ഞ് അതിന്റെ അങ്ങനെ വീണ്ടും നമ്മൾ മൈസൂർ വെച്ച് മീറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. കഴിഞ്ഞ മൈസൂർ വരലാണ് നമ്മൾ പ്രസൂറിനെ ഞാൻ പരിചയപ്പെടുന്നത്. മൈസൂർ എങ്ങനെ വീണ്ടും വന്നു. റൂമുക്ക് പോട്ടോ. റൂമുക്ക് നമ്മൾ പോകുന്നില്ലാറെ പൈസ 200 റുപ്യാണെന്ന് പറഞ്ഞത്. അല്ലാതെ ഉണ്ടാക്കി തരണം. അത് ഇരുട്ടായി, രാത്രിയായി. രാത്രി അങ്ങനെ കൂടി വരികയാണ് പറയുന്നത് റേറ്റ്. റൂമിൽ പോയിട്ട് ഇനി ബൈക്കിൽ ഇറങ്ങും. വലിയ തിരക്കൊന്നുമില്ല. ടൗണും കാര്യങ്ങളൊക്കെ തിരക്ക് കുറയാണ്. കഴിഞ്ഞൊക്കെ ഒന്നും ഇവിടെ അടുക്കാൻ പറ്റിയത്. ഇപ്പൊ അവരെന്താ ചെയ്തെന്ന് വെച്ചാല് ഓരോരോ പരിപാടികൾ ഓരോരോ സ്ഥലങ്ങൾ കുറച്ച് ദൂരത്തേക്ക് ആക്കിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തായിട്ട് കൂടി തിരക്കൊന്നുമില്ല. പാലസിന്റെ ഭാഗത്ത് വേറെ പരിപാടി, ഡ്രോൺ ഷോ വേറെ, ഗ്രൗണ്ടിന്റെ അവിടെ അങ്ങനെ ഓരോ പരിപാടി. പിന്നെ മ്യൂസിക്കൽ ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റഹ്മാനൊക്കെ എന്തെങ്കിലുമൊക്കെ വിനിഞ്ഞാറ്. അങ്ങനെ കുറെ ആൾക്കാർ പരിപാടികൾ പമ്പം പരിപാടിയാണ് ദസറിന്റെ പരിപാടി. മൈസൂർ മൊത്തം ഉണർന്നെടുക്കാണ്. സ്കൂളും കാര്യങ്ങളൊക്കെ പൂട്ടിക്കാനുള്ള പരിപാടിയാണ്. പൊളി.
ഹോട്ടലിൽ കയറാം നമുക്ക് ഫുഡ് അടിക്കാൻ. മഹാരാജാസ് കേരള ഹോട്ടലാണ്. അങ്ങനെ ഡ്രോൺ ഷോ കണ്ട് ഫുഡും കഴിച്ചതാ വീണ്ടും റൂമിൽ പോവാണ്. വല്ലാണ്ട് തിക്കണില്ല. നാളെ നല്ല ക്ഷീണുണ്ട്. ഓടി ഇങ്ങനെ വന്നിട്ട് കുറെ വണ്ടിമ്മ നേരെ ഓടി വന്നുള്ള പരിപാടി കൊണ്ട്. ഓക്കെ.